ഞങ്ങൾ കൃത്യമായി പറയുന്നു, ഈ കോളനികളിലെല്ലാം വലിയ അഴിമതി നടന്നിട്ടുണ്ട്. MLA സ്വന്തക്കാർക്ക് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി ഈ പണം മാറിയെടുത്തിട്ടുള്ളത്. ഇത് പട്ടികജാതി ജനങ്ങളോടുള്ള ദളിത് വിരുദ്ധ മനോഭാവമാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. പട്ടികജാതി ഉന്നതികളുടെ നവീകരണത്തിനായി സർക്കാർ നടപ്പിലാക്കിയ അംബേദ്കർ ഗ്രാമം പദ്ധതി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അട്ടിമറിച്ചതായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ P. സുധീർ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. ഒരു കോളനിയിൽ പോലും 1 കോടി രൂപയുടെ വികസന പദ്ധതി നടന്നിട്ടില്ല. ഒരു കോളനി പോലും നടന്നിട്ടില്ല. MLA ഭാഗത്തു നിന്നുണ്ടായ, ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയും അലംഭാവം ഈ പദ്ധതിക്ക് പുറകിലുണ്ട്. 2016-17 സാമ്പത്തിക വർഷം ആരംഭിച്ച പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കുന്ന ഉന്നതിയുടെ നവീകരണത്തിനായി 1 കോടി രൂപയാണ് ലഭ്യമാക്കുക. ഇതിൽ 50 ലക്ഷം രൂപ മുൻകൂറായി നൽകും. MLA ആണ് ഉന്നതിയെ തിരഞ്ഞെടുക്കേണ്ടത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഉന്നതികളിൽ ഒന്നിൽ പോലും ഈ പദ്ധതിയുടെ പ്രയോജനം പൂർണ്ണമായി ലഭ്യമായിട്ടില്ല എന്നും പദ്ധതി നടത്തിപ്പിൽ വൻ അഴിമതി നടന്നതായും സുധീർ ആരോപിച്ചു. അതായത് ഈ പദ്ധതിയിൽപ്പെടുത്തിയ 10 കോളനിയിൽ 4 കോളനിയിൽ ഇതുവരെ ഒരു പൈസ പോലും ഇവർ ചെലവഴിച്ചിട്ടില്ല. ഒരു പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും തുടങ്ങിയിട്ടില്ല. മറ്റ് 6 കോളനികളിൽ 1 കോടി രൂപ ഒരിടത്തും ചെലവഴിച്ചിട്ടില്ല. ജനങ്ങൾക്ക് ഉപകാരമായി ഒരു പദ്ധതി നടപ്പാക്കിയിട്ടില്ല. ഒരു കുടിവെള്ള പദ്ധതി, ഒരു പഠന കേന്ദ്രം, അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ കേന്ദ്രം, അല്ലെങ്കിൽ വീടുകൾ നന്നാക്കുന്നത് ഒരു കോളനിയിലും നടന്നിട്ടില്ല. കമ്മീഷൻ എടുക്കാൻ വേണ്ടി സ്വന്തക്കാരെ വെച്ച് നാമമാത്രമായി ചില പ്രവർത്തികൾ നടത്തി കാശടിച്ചു കൊണ്ടുപോയി. ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഉന്നതിയിൽ പദ്ധതി പ്രകാരം 76.99 ലക്ഷം രൂപ ചെലവിട്ടതായി വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഉന്നതിയിലെ പല വീടുകളും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ നിലയിലാണ്. കുടിവെള്ളവും ഇവിടെ ലഭ്യമല്ല. വാഴവേലി തെന്നൂരില് 2017 നമ്മൾ പറഞ്ഞ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. അവിടുത്തെ ചെലവഴിച്ചു എന്ന് പറയുന്ന പണം 76,99,346 രൂപയാണ് അവിടെ ചെലവഴിച്ചു എന്ന് പറയുന്നത്. പദ്ധതി പൂർത്തിയായി എന്നുള്ളതാണ് അവിടുത്തെ കണക്ക്. അന്ന് MLA വേറെയാണ്. പദ്ധതി പൂർത്തിയായി എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ കണക്ക്. ഈ വാഴവേലി കോളനിയിൽ ഞങ്ങൾ പോയി, അവിടെ പോയി കാര്യങ്ങൾ ഞങ്ങൾ നോക്കി. ഇപ്പോഴും ടാർപ്പാളിൽ മറച്ചും യാതൊരു സൗകര്യമില്ലാതെയാണ് അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. എവിടെയാണ് ഈ 76 ലക്ഷം രൂപ ഇവർ ചെലവഴിച്ചത്? അതേ സംബന്ധിച്ച് ജനങ്ങളോട് കൃത്യമായി പറയാൻ ഇവർ തയ്യാറാകണം. ചെറുന്നിയൂർ കല്ലുമലക്കുന്ന ഉന്നതിയിൽ 40.27 ലക്ഷം രൂപ ചിലവിട്ടതായാണ് കണക്കുകൾ. ഇവിടെ പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. പഴയകുന്നുമേൽ പഞ്ചായത്തിലെ പറണ്ടക്കുളം ഉന്നതിയിൽ 38.46 ലക്ഷമാണ് ചിലവിട്ടത്. 6 വർഷമായിട്ടും പദ്ധതി പൂർത്തിയായിട്ടില്ല. കിളിമാനൂർ കടമ്പ്രവാരം ചാക്കുടി നഗർ ഉന്നതി, മണമ്പൂർ ഭാസ്കർ നഗർ ഉന്നതി, കിളിമാനൂർ ചൂട്ടയിൽ ഉന്നതി എന്നിവിടങ്ങളിൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി പൂർത്തിയായിട്ടുമില്ല. നഗരൂർ, കരിമ്പാലോട്, ചെറുന്നിയൂർ, അംബേദ്കർ ഗ്രാമം എന്നീ ഉന്നതികൾക്ക് ഇന്നുവരെ പണവും അനുവദിച്ചിട്ടില്ല. കരവാരം, കണ്ണാട്ടുകോണം, ആറ്റിങ്ങൽ നഗരസഭയിലെ പച്ചക്കുളം ഉന്നതികളിലെ പദ്ധതികൾക്ക് ഭരണാനുമതി പോലും ലഭിച്ചിട്ടില്ല. ഉന്നതികളിൽ നടന്നുവെന്ന് അവകാശപ്പെടുന്ന പദ്ധതികളിൽ പലതും ഇതുവരെയും നടത്തിയിട്ടില്ല. വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്നതും ഫണ്ടിന്റെ ലഭ്യതയ്ക്ക് തടസ്സമില്ലാത്തതുമായ പദ്ധതി ആയിരുന്നിട്ടും അത് കാര്യക്ഷമമായി നടപ്പാക്കുന്നതിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്നും ആരോപണമുണ്ട്. ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല. 1 കോടി രൂപയുടെ പദ്ധതിയാണ്. ഒരു കോളനിയിലെ അവിടുത്തെ ജനങ്ങൾ രാജാക്കന്മാരെ പോലെ ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാൻ പറ്റുന്ന പദ്ധതിയാണിത്. ഒരു കോളനിയിൽ 60, 70, 100 കുടുംബങ്ങളുണ്ടെങ്കിൽ ഈ പണം കൃത്യമായി അവിടെ ചെലവഴിച്ചിരുന്നു എങ്കിൽ രാജാക്കന്മാരെ പോലെ ആ കോളനിയിലെ ജനങ്ങൾ ജീവിക്കുമായിരുന്നു. അട്ടിമറിച്ചിരിക്കുകയാണ്. ഈ പണം എവിടെ കൊണ്ടുപോയി? ഇത് സംബന്ധിച്ച അന്വേഷണം വേണമെന്നാണ് സുധീർ ആവശ്യപ്പെടുന്നത്. ജില്ലാ പ്രസിഡന്റ് രജികുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഇലകമൺ സതീശൻ, വക്കം അജിത്, സ്വരാജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.